ടീച്ചേഴ്സ് ഡയറി. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ടെസ്റ്റ് പേപ്പറിന്റെ ആൻസേഴ്സ് ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എഴുതി തന്നിരുന്നത് കൊണ്ട് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ വീണ്ടും എഴുതുന്നില്ല, ഞാൻ വായിക്കുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആൻസർ ഷീറ്റ് എടുത്ത് വെക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക, പറഞ്ഞ പ്രകാരം മാർക്കുകളും ഇടണം. ഇപ്പൊ നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പറിന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഒരു മോഡൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് SSLC എക്സാമിനും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മളിപ്പോൾ തരുന്ന ഈ ക്വസ്റ്റ്യൻസ് നല്ല പോലെ തന്നെ പഠിക്കുക, അതുപോലെ കൃത്യസമയത്തിനുള്ളിൽ തന്നെ അത് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഓരോ ക്വസ്റ്റ്യന്റെയും മാർക്ക് അനുസരിച്ച് വേണം ഏത് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് ഉപയോഗിച്ചിട്ട് ആ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്ത് നോട്ട് ചെയ്ത് വയ്ക്കണം. ഇത് എക്സാമിന് പോകുന്ന സമയത്തായാലും നിങ്ങൾ ആ സമയത്ത് ഓർത്ത് പഠിക്കുക. ഏത് എക്സാം ആണെങ്കിലും, ഇപ്പോൾ ക്വാർട്ടർലി ആണെന്നുണ്ടെങ്കിലും ഹാഫ് ഇയർലി ആണെന്നുണ്ടെങ്കിലും, ഏത് എക്സാം ആണെന്നുണ്ടെങ്കിലും, മോഡൽ ആണെങ്കിലും SSLC ആണെങ്കിലും ഈ ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി ആൻസേഴ്സും കൂടെ എഴുതി വേണം അത് പഠിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കൊണ്ട് നമുക്കിത് ഒറ്റ വീഡിയോയിൽ ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസർ പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് 2 വീഡിയോ ആയിട്ടാണ് ഇതിന്റെ ആൻസേഴ്സ് പറയുന്നത്. അപ്പൊ 2 വീഡിയോയും ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ തൊട്ട് താഴെ തന്നെ അടുത്ത വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഈ 2 വീഡിയോയും ഒരുമിച്ച് തന്നെ കാണുക. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് 8 ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് 2 വീഡിയോ ആയിട്ട് ഒരുമിച്ച് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 5n+3 ആണ്. ഇതിലെ ആദ്യ പദം എന്താണ്? രണ്ടാമത്തെ ചോദ്യം: ഈ ശ്രേണിയിലെ പദങ്ങളെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്താണ്? Algebraic expression of an arithmetic sequence is 5n+3. Find the first term and what will be the remainder on dividing each term by 5. ഓക്കെ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്നാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം 5n+3 എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ടൈം എത്രയാണെന്നാണ്. നമുക്കിതിൽ ആകെ 2 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യന് വരുന്നത്. അപ്പൊ 2 ക്വസ്റ്റ്യന് ഓരോ മാർക്ക് വീതമാണ്. 1 മാർക്കുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ആൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് തരികയാണെങ്കിൽ അതിൽ നിന്ന് ഫസ്റ്റ് ടൈം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ n-ന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 5 ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് +3 എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 + 3 = 8. ഓക്കെ, 8 ആണ് ഈ ഒരു സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം, ഇത് A ആയിരുന്നു. ഇനി B ക്വസ്റ്റ്യൻ എന്താണ്? ഇതിലെ ഓരോ ടേമിനെയും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ എത്ര വരും എന്നാണ്. അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് 8 ആണെങ്കിൽ 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേമിനെ നമ്മൾ എന്തായാലും ഫസ്റ്റ് ടൈം ആണ് നമ്മൾ കൺഫേം ചെയ്തു. ഫസ്റ്റ് ടൈമിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പൊ കിട്ടുന്ന റിമൈൻഡർ 3 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം, റിമൈൻഡർ എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ 3 എന്നുള്ളതാണ് ബിയുടെ ആൻസർ. ഇനി ഇതിൽ കോമൺ ഡിഫറൻസ് എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് D = നമുക്കറിയാം ഇവിടെ 5n+3 എന്നുള്ളതാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. ഇതിൽ n-ന്റെ കോഎഫിഷ്യന്റ് എത്രയാണോ അതാണ് കോമൺ ഡിഫറൻസ്. അപ്പൊ കോമൺ ഡിഫറൻസ് 5 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ചോദിച്ചിട്ടില്ല. ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് വരുന്നത് നമുക്ക് 8ഉം 3ഉമാണ്. അപ്പൊ ഈ രണ്ടും ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഏതെങ്കിലും ഒരെണ്ണേ ശരിയായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് ആൻസറിൽ ഇടാം. രണ്ടാമത്തെ ചോദ്യം: 1/7, 2/7, 3/7 etc. എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പൂർണ്ണസംഖ്യാപദം ഏതാണ്? അതിൽ രണ്ടാമത്തെ ചോദ്യം B ക്വസ്റ്റ്യൻ: ഈ ശ്രേണിയിലെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക എന്ത്? ഇപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇൻ ദ സീക്വൻസ് 1/7, 2/7, 3/7 etc. which will be the first natural number of the sequence? And B question: find the sum of the first 7 terms. Okay, നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് ഇതാണ്: 1/7, 2/7, 3/7 etc. ഇതിൽ ആദ്യം വരുന്ന പൂർണ്ണസംഖ്യാപദം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ 3/7, 4/7,
5/7, 6/7 and 7/7. ഓക്കെ, ഇതെന്തായാലും 7/7 എന്ന് എത്തുമ്പോൾ ഈ 7/7 എന്ന് പറയുന്നത് 1 അല്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യം വരുന്ന പൂർണ്ണസംഖ്യാ പദം എന്ന് പറയുന്നത് എന്താണ്? 7/7 ഈക്വൽ ടു 1. അപ്പൊ 1 ആണ് ഈ ഒരു സമാന്തര ശ്രേണിയിൽ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിൽ ആദ്യം വരുന്ന പൂർണ്ണസംഖ്യാ പദം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതില് ആദ്യത്തെ 7 ടേംസിന്റെ 7 പദങ്ങളുടെ തുക കാണുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യത്തെ 7 പദങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? ഒന്നാമത്തെ പദം, രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം, അങ്ങനെ 3/7 ആണ് മൂന്നാമത്തെ പദമെങ്കിൽ ഏഴാമത്തെ പദം എത്രയായിരിക്കും? 7/7 ആയിരിക്കും. അപ്പൊ ഇത്രയും പദങ്ങളുടെ തുക കാണാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ഇതിൽ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം വരുന്നത് എത്രയാണ്? 7 തന്നെയാണ് അല്ലെ? പിന്നെ നമുക്ക് ഇവിടെ അംശങ്ങൾ അല്ലെങ്കിൽ ന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്നത് 1 + 2 + എക്സെട്ര +7 അല്ലെ? 1 മുതൽ 7 വരെയുള്ള സംഖ്യകളുടെ തുക അല്ലെ? ഇവിടെ വരുന്നത് ഈ 1 മുതൽ 7 വരെയുള്ള സംഖ്യകളുടെ തുക 7 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ 7 ഫാക്ടോറിയൽ എന്ന് പറയാം. അതായത് 1 മുതൽ 7 വരെയുള്ള സംഖ്യകൾ നമ്മൾ അതിന്റെ തുക കാണുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? അതാണ് നമുക്ക് ഇവിടെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശമായിട്ട് വരുന്നത്. അപ്പൊ നമുക്കറിയാം നാച്ചുറൽ നമ്പർ, അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. ഇപ്പൊ 7 വരെ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ 7ന് പകരം ഒരു വലിയ സംഖ്യ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? n × n + 1/2 അല്ലെ? n നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക കാണാനായിട്ട് സം കാണാനായിട്ട് നമുക്കുള്ള ഇക്വേഷൻ n × n + 1/2 ആണ്. അപ്പൊ ഇവിടെ ചെറിയ സംഖ്യകൾ 1, 2, 3, 4, 5, 6, 7 അത്രയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഓർത്തില്ലെങ്കിലും ഇത് നമുക്ക് ആഡ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം, കാരണം ഇവിടെ 7 ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇനി വലിയ സംഖ്യയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് എണ്ണി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരുപാട് സമയമുള്ള കാര്യമാണ്, അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 7 വരെയുള്ള സംഖ്യകളുടെ 7 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാനായിട്ട് എന്ത് ചെയ്യണം? n × n + 1 ആണ്. n എന്ന് പറയുന്നത് 7 ആണ്. 7 സംഖ്യകളുടെ ആണ് തുക കാണണ്ടേ. 7 × n + 1 എന്ന് പറഞ്ഞാൽ 7 + 1 8/2. ദാറ്റ് ഈസ് 8 × 7 56. 56/2 സമം 28. ഓക്കെ, ഇപ്പൊ 28 ആണ് നമുക്ക് കിട്ടുന്ന എന്ത്? ഈ 7 വരെയുള്ള സംഖ്യകളുടെ തുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 28 ഇവിടെ നമുക്ക് /7 ഉണ്ട്. ഈ 7നെ വെട്ടിക്കളയരുത്. നമ്മൾ ഈ സം കാണാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു n × n + 1/2. അത് ഈ കിട്ടിയ റിസൾട്ട് നമ്മൾ ഇവിടെ അംശമായിട്ടാണ് വരുന്നത്. 28/7 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വരുന്നത്. ഇതില് ആദ്യത്തെ 7 പദങ്ങൾ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സംഖ്യ എത്രയാണ്? 4. തേർഡ് ക്വസ്റ്റ്യൻ, ആദ്യ പദം 3 പൊതുവ്യത്യാസം 5 ആയ സമാന്തര ശ്രേണി എഴുതുക. അതിൽ ബി ക്വസ്റ്റ്യൻ, ശ്രേണിയുടെ ആദ്യത്തെ 3 അക്ക സംഖ്യാപദം ഏത്? അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? റൈറ്റ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇൻ വിച്ച് 3 ആസ് ദി ഫസ്റ്റ് ടേം ആൻഡ് 5 ആസ് ദി കോമൺ ഡിഫറൻസ്. Which will be the first 3-digit number in this sequence? അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യത്തെ പദം, ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 3 ആണ് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ഫോം ചെയ്യാം. അപ്പൊ അരിത്മെറ്റിക് സീക്വൻസ് ഏതായിരിക്കും? ഫസ്റ്റ് ടേം 3 ആണ്, കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. അപ്പൊ അടുത്ത ടേം കണ്ടുപിടിക്കാനായിട്ട് 3 + 5 8. ഓക്കെ, 8ന്റെ കൂടെ വീണ്ടും 5 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 13. അഗൈൻ നമ്മൾ എന്ത് ചെയ്യും? 13 + 5 that is 18. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെയാണ്. അതായത് നമുക്ക് ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കാണ്. അതിൽ എ ക്വസ്റ്റ്യൻ 1 മാർക്ക്, ബി ക്വസ്റ്റ്യൻ 1 മാർക്ക്. അപ്പൊ 1 മാർക്കൊക്കെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടുന്നത് തന്നെയായിരിക്കും. അപ്പൊ ഈ ഒരു പാറ്റേൺ, ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം കളയരുത്. അപ്പൊ ഇവിടെ നോക്കി 3, 8, 13, 8 അല്ലെ? അപ്പൊ ഈ 3ഉം 8ഉം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ബി ക്വസ്റ്റ്യൻ എന്താണ്?
ഇതിൽ ആദ്യം വരുന്ന 3 ഡിജിറ്റ് ആയിട്ടുള്ള 3 അക്ക സംഖ്യയുള്ള പദം ഏതാണെന്നുള്ളതാണ്. അപ്പൊ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 100 ആണ് അല്ലെ. അപ്പൊ 100ഓ 100ന് മുകളിലോ ആയിരിക്കും എന്ത് നമുക്ക് ഇതിൽ വരുന്ന ആദ്യത്തെ 3 അക്ക സംഖ്യ പദം വരുന്നത്. അപ്പൊ എന്തായാലും 100 ഇതിനകത്ത് വരില്ല. അപ്പൊ ഇതിന്റെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ 3 8 3 8 അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. അത് വൺസിന്റെ പ്ലേസിൽ അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് 3 അല്ലെങ്കിൽ 8 മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് കഴിഞ്ഞ് വരുന്ന ഈ 3ഓ 8ഓ ആദ്യം വരുന്നത് നമുക്ക് 103 ആണല്ലോ വരുന്നത്. അപ്പോ ഇതില് ബിയുടെ ആൻസർ എത്ര വരുന്നത്? 103. അപ്പൊ ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് 1 മാർക്കിന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 2 എണ്ണമായിട്ട് വരികയാണെങ്കിൽ ഓരോ മാർക്ക് ഇതിനുണ്ടാവുള്ളൂ. ഇതൊക്കെ അത്രയും എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിയില്ലേ? ഇതിൽ ആദ്യത്തെ നമുക്ക് സീക്വൻസ് വരുന്നത് 3 8 13 18 എക്സെട്ര. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ വരുന്നത് 103. നാലാമത്തെ ചോദ്യം 5 9 13 എന്ന ശ്രേണി പരിഗണിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ ശ്രേണിയിലെ പദങ്ങളുടെ വർഗ്ഗങ്ങളെല്ലാം ഈ ശ്രേണിയിലെ പദങ്ങളാണോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 5, 9, 13 എക്സെട്ര. First one, write the algebraic expression for the sequence. Second question, check whether the square of any term of this sequence belongs to this sequence. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമുക്ക് തന്നിരിക്കുന്ന സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ഏതാണ്? 5, 9, 13, എക്സെട്ര എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ചോദിച്ചിരിക്കുന്നത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാനായിട്ടുള്ള ഫോം എങ്ങനെയാന്ന് നമുക്കറിയാം. nth ടേമിനെയാണ് നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ tn nth ടേം കാണാനായിട്ട് a plus n minus 1 into d ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക dn plus a minus d ചെയ്താലും മതി. ഓക്കെ, ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പൊ ഇവിടെ ഇതാണ് ഇപ്പൊ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. രണ്ടായാലും ഒന്ന് തന്നെയാണ്. അപ്പൊ a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. അത് നമ്മൾ 5 എന്ന് കൊടുത്തു പ്ലസ് n minus 1 into കോമൺ ഡിഫറൻസ് എത്രയാണ്? 9 minus 5 that is 4 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 5 plus n into 4 4n minus 4 into 1 4. ഓക്കെ, അപ്പൊ 5 minus 4 1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി? ഇവിടെ 4n ഉണ്ട്. പിന്നെ 5ൽ നിന്ന് 4 കുറച്ചപ്പോൾ +1 ആണ്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം. ഇതില് ബി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ ശ്രേണിയിലെ പദങ്ങളുടെ വർഗ്ഗങ്ങളെല്ലാം ഈ ശ്രേണിയിലെ പദങ്ങളായി വരുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ nth ടേം കാണാനുള്ളതാണ്. നമ്മുടെ ഈ nth ടേം കാണാൻ ഇക്വേഷനാണ് നമ്മൾ 4n plus 1 എന്നുള്ള നമ്മുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ക്വയർ ഈ സീക്വൻസിൽ തന്നെ വരുമോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യും? അതായത് നമുക്ക് nth ടേം എന്ന് പറയുന്നത് 4n plus 1 ആണ്. ഇതിന്റെ സ്ക്വയർ കണ്ട് നോക്കാം. ഓക്കെ, ഇതിന്റെ സ്ക്വയർ കാണുമ്പോൾ a plus b all square ഫോമിലാണ് നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് വരുന്നത്. ഇത് a ആയിട്ട് എടുക്കുന്നു, ഇത് b ആയിട്ട് എടുക്കുന്നു. അപ്പൊ a plus b all square a square plus 2ab plus b square ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ആ ഫോർമാറ്റിലേക്ക് മാറ്റാം. a square എന്ന് പറയുമ്പോൾ 4n square ആണ് വരുന്നത്. 4n square plus 2ab ആണ്. 2 into a എന്ന് പറയുന്നത് 4n ആണ്, b എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 4n സ്ക്വയർ എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. 16n സ്ക്വയർ എന്ന് എഴുതാം. 2 into 4 8 8n. ഓക്കെ, into 1 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ. ഇനി പ്ലസ് ഇവിടെ 1 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ 16n സ്ക്വയറും 8n ഉണ്ട്. ഇവിടെ നമുക്ക് ഈ രണ്ടിടത്തും കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്? 4 വരുന്നുണ്ട്. അപ്പൊ ഈ 4 കൊണ്ട് നമുക്ക് 16നെയും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 8നെയും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ടേമിലും 4 എന്നുള്ളത് കോമൺ ആണ്. അപ്പൊ നമ്മൾ ഈ 4നെ പുറത്തേക്ക് എടുത്തു. എന്തുകൊണ്ടാണ് നമ്മൾ 4നെ പുറത്തേക്ക് എടുത്തതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. അതായത് ഇവിടെ n-ഉം കോമൺ ആണല്ലോ അല്ലെ. അപ്പൊ എന്തുകൊണ്ട് 4n-നെ പുറത്തേക്ക് എടുക്കുന്നില്ല? അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത്, ഇവിടെ നമ്മുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ വരുന്നത് 4n plus 1 എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഫോർമാറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് 4 into n plus 1 എന്ന് തന്നെയാണ് വരുന്നത്.
അപ്പോൾ ഇവിടെ 4-നെയാണ് നമ്മൾ ഈ n എന്നുള്ള ടേമിന് പകരം ഇവിടെ ഒരു ടേം കിട്ടണം. ഈ 4 ഇതുകൊണ്ടാണ് നമ്മൾ ഈ 4 പുറത്തേക്ക് എടുക്കാൻ കാരണം. ഇവിടെ നമുക്കുള്ളത് 4 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ 16n² 8n നമ്മൾ 4 പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്ത് വരുന്നുണ്ട്? 4 × 4 ആണ് 16. അപ്പൊ ഇവിടെ ബാക്കി 4 വരുന്നുണ്ട്. ഇവിടെ n² ഉണ്ട് പ്ലസ് ഇവിടെ നമ്മൾ 4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 ആണുള്ളത്. 2n ഉണ്ട് പ്ലസ് 1. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ഇവിടെ ഈ ഒരു ഭാഗത്തിന് നമുക്ക് വേണമെങ്കിൽ n ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ വീണ്ടും ഇത് എന്തായി? 4n + 1 എന്ന ഫോർമാറ്റിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓരോ ടേംസിന്റെയും സ്ക്വയർ കാണുകയാണെങ്കിൽ അതും എന്ത് തന്നെയാവും? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ തന്നെ ടേംസ് ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളത് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൾജിബ്രിക് എക്സ്പ്രഷന്റെ സ്ക്വയർ കാണാം. അപ്പൊ അതിനെ നമുക്ക് 4n + 1 എന്ന ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഓരോ ടേമിന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിലും ഈ അരിത്മെറ്റിക് സീക്വൻസിലെ തന്നെ ടേംസ് ആയിട്ട് വരും. ഇതിൽ A ക്വസ്റ്റ്യൻ ശരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് 1 മാർക്കാണ്. ഓക്കെ, ഇനി B ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് 2 മാർക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, നാലാമത്തെ ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക്, ദെൻ B സെക്ഷൻ കറക്റ്റ് ആണെങ്കിൽ 2 മാർക്ക്. അഞ്ചാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക 155. A ക്വസ്റ്റ്യൻ, 5ാം പദത്തിന്റെയും 6ാം പദത്തിന്റെയും തുക എത്രയാണ്? B, 2ാം പദം 5 ആണെങ്കിൽ 9ാം പദം എത്രയാണ്? പൊതുവ്യത്യാസം എത്ര? അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? സം ഓഫ് ദി ഫസ്റ്റ് 10 ടേംസ് ഓഫ് an arithmetic sequence is 155. A, find the sum of the 5th and 6th terms. B, if second term is 5, find 9th term and common difference. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യത്തെ 10 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 10 പദങ്ങളുടെ തുക അല്ലെങ്കിൽ ആദ്യത്തെ 10 ടേംസിന്റെ സം എന്ന് പറയുന്നത് 155 ആണ്. ഓക്കെ, അപ്പോ അത് 155 ആണ് 10 പദങ്ങളുടെ തുക. അത് തുക കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. 2 ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ Sn = n/2 × T1 + Tn. ഇനി വേറൊരു ഇക്വേഷൻ ഏതാണ്? n/2 × 2a + n - 1 × t. ഈ 2 ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഏത് വേണം എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് വേറെ ഫസ്റ്റ് ടേമോ കോമൺ ഡിഫറൻസോ ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഇക്വേഷൻ സെലക്ട് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് 5ാമത്തെയും 6ാമത്തെയും പദങ്ങളുടെ തുക എത്രയാണെന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈവൻ നമ്പർ ആണ് അല്ലെ. നമുക്ക് എത്ര ടേംസിന്റെ സം തന്നിരിക്കുന്നത്? 10 ടേംസിന്റെ. അതൊരു ഈവൻ നമ്പർ ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നാതിരിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഒരു അരിത്മെറ്റിക് സീക്വൻസ്, നമുക്ക് ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ് നോക്കാം. 2, 4, 6, 8, 10, 12. ഓക്കെ, 1, 2, 3, 4, 5, 6 6 ടേംസ് ആണുള്ളത്. അതായത് 6 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടി നിങ്ങൾ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇതില് പെയറിന്റെ സം കാണുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ലാസ്റ്റ് ടേം അല്ലെങ്കിൽ nth ടേം എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സം എന്ന് പറയുന്നത് എത്രയാണ്? 2 + 12 14 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നെക്സ്റ്റ് ടേം അതായത് 2ാമത്തെ പദവും അതുപോലെ ഇവിടെ നിന്ന് n-1, ഓക്കെ, അതായത് nth ടേമിന് തൊട്ട് മുൻപുള്ള ടേം, ഇത് തമ്മിലുള്ള സം കണ്ടു കഴിഞ്ഞാലും എത്ര കിട്ടുന്നത്? അതിന്റെ ഈ 2 ടേംസിന്റെ സം 14 ആണ്. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ഇനി ബാക്കി ഒരു പെയർ കൂടിയേ വരുന്നുള്ളൂ. 6 + 8 എത്ര തന്നെയാണ്? 14 ആണ്. അപ്പൊ ഈ പെയറിന്റെ സം എന്ന് പറയുന്ന പ്രോപ്പർട്ടി നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ പെയറിന്റെ സം, അതായത് ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ ആഡ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും എന്തും 5ാമത്തെയും 6ാമത്തെയും പദങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്കറിയാം S10 എന്നുള്ളത് 155 ആണ്. എന്ന് പറഞ്ഞാൽ S10 = 10/2 × T1 + T10 അല്ലെ. ഇതല്ലേ ഇതിന്റെ മീനിങ്. അതായത് 10 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇവിടെ 10 n-ന്റെ വാല്യൂ 10 എന്നുള്ളതാണ്. അപ്പൊ 10/2 × T1 + T10 ഒന്നാമത്തെയും 10ാമത്തെയും പദങ്ങളുടെ തുക × n/2 എന്നുള്ളത് 10/2. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ 10/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 ആണ്. 5 × T1 + T10
ഇത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുള്ളത്? 10 പദങ്ങളുടെ തുക 155 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 155. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് T1 plus T10 is equal to 155 divided by 5 എന്ന് എഴുതാം. ഇവിടെ 5 മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പൊ ഇവിടെ T1 plus T10 is equal to 155 divided by 5 ആവും. ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് വെട്ടി ചേർത്താക്കാൻ അറിയാം അല്ലെ? 5 15ൽ 3 പ്രാവശ്യം, 5ൽ 1 പ്രാവശ്യം, അതായത് 31. അപ്പൊ ഒന്നാമത്തെയും 10ാമത്തെയും പദങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ തുക കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 31 കിട്ടും. അങ്ങനെയാണെങ്കിൽ 5ാമത്തെയും 6ാമത്തെയും പദങ്ങളുടെ തുക കണ്ടാൽ എത്ര തന്നെയാണ് കിട്ടുന്നത്? 31 തന്നെയാണ് കിട്ടുന്നത്. അപ്പോ T5 plus T6 is equal to എത്ര തന്നെയാണ്? 31 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയാണ്? 31. ഇതില് ബി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് T2, അതായത് രണ്ടാം പദം 5 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 9ാമത്തെ പദം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒന്നാമത്തെയും 10ാമത്തെയും പദം കൂട്ടിയാൽ 31 ആണ്. 5ഉം 6ഉം കൂട്ടിയാലും 5ാമത്തെയും 6ാമത്തെയും പദങ്ങൾ കൂട്ടുമ്പോഴും 31 തന്നെയാണ്. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെയും. ഇവിടെ n-1 ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാമത്തെയാണ് nth ടേം. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള ടേം ഏതാണ്? 9th ടേം ആണ്. അപ്പൊ സെക്കൻഡ് ടേമും 9th ടേമും ആഡ് ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? 31 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എഴുതാം T2 plus T9 is equal to 31. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ടാമത്തെ പദം 5 ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ പദത്തിന് 5 എന്ന് കൊടുക്കാം. T9 is equal to 31. ഇനി T9 കണ്ടുപിടിക്കാം. 31 minus 5 equal to 26. ഓക്കെ, അപ്പൊ 26 ആണ് 9ാമത്തെ പദം. ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? അപ്പൊ കോമൺ ഡിഫറൻസ് കാണാനായിട്ട് നമുക്ക് ഏതെങ്കിലും 2 ടേംസ് അറിയാമെങ്കിൽ, അതായത് അടുത്തടുത്ത ടേംസ് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും 2 ടേംസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാം? കോമൺ ഡിഫറൻസ് കാണാം. അതിന് പല മെത്തേഡുകളുണ്ട്. നമുക്ക് ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് കണ്ടാൽ എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അല്ലെങ്കിൽ ഈ 2 ടേംസിന്റെയും ഫോം എഴുതി കൊടുത്ത് ആഡ് ചെയ്താലും നമുക്ക് സെയിം തന്നെ കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞ 2 മെത്തേഡും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട്. അതായത് ഇവിടെ നമുക്ക് ഏതെങ്കിലും 2 ടേംസ് അറിയാമെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ആ ടേം ഡിഫറൻസ്, ഇവിടെ 9th ടേമും സെക്കൻഡ് ടേമുമാണ്. അപ്പൊ ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ T9 minus T2, T9 minus T2 divided by, ഇനി നമുക്ക് ടേംസിന്റെ പൊസിഷൻസ് ഏതൊക്കെയാണ്? 9ഉം 2ഉം. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്ത് എഴുതണം? 9 minus 2. ഓക്കെ, ഇനി നമുക്ക് T9, അതായത് 9th ടേം എന്ന് പറയുന്നത് ഏതാണ്? 26 ആണ്. മൈനസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഡിവൈഡഡ് ബൈ 9 minus 2 is equal to 26 minus 5 21 by 7 സമം 3. ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് വേറൊരു മെത്തേഡും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ മെത്തേഡ് ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം, എങ്കിൽ അതുകൂടെ ഒന്ന് പറയാമെന്ന് മാത്രം. അപ്പൊ T2 സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാ എഴുതാം? A plus D ആണ് സെക്കൻഡ് ടേം. അത് എത്രയാണ് നമുക്ക് തന്നിട്ട്? 5 ആണ്. ഇനി 9th ടേം നമുക്കറിയാം, അത് A plus 8D ആണ്. അത് നമുക്ക് 26 ആണ്. ഓക്കെ, ഇനി ഈ 2 ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? സോറി, മൈനസ് ചെയ്യണം. ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ A എന്ന് പറഞ്ഞ ടേം ക്യാൻസൽ ചെയ്ത് പോകുന്നത്. അപ്പൊ ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ എന്ന് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ഇതിൽ ഏതെങ്കിലും ഒരു ടേം ക്യാൻസൽ ചെയ്ത് പോകണം, 0 ആയി പോകണം. അപ്പൊ ഇവിടെ മൈനസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മൈനസ് A വരും, ഇവിടെ മൈനസ് 8D വരും, ഇവിടെ മൈനസ് വരും. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്ത്? മൈനസ് ചെയ്യാണ്. അപ്പൊ A ൽ നിന്ന് A പോയാൽ 0. അപ്പൊ ഈ ഒരു ടേം, ഈ ഒരു പോർഷൻ ക്യാൻസൽ ആയി. ഇവിടെ നമുക്ക് 8 മൈനസ് ആണ്, ഇവിടെ 1. അപ്പൊ ഇവിടെ മൈനസ് 7D ഈക്വൽ ടു മൈനസ് 26 പ്ലസ് 5. അപ്പൊ നമുക്ക് ഇവിടെ മൈനസ് 21 വന്നു. ഇനി D ഈസ് ഈക്വൽ ടു മൈനസ് 21 ഡിവൈഡ് ബൈ മൈനസ് 7, ദാറ്റ് ഈസ് പ്ലസ് 3, പോസിറ്റീവ് 3 വന്നു. അപ്പൊ ഇങ്ങനെയും ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ 3 ക്വസ്റ്റ്യൻസ്, 3 സബ്ഡിവിഷൻ ആണ്. സബ്ഡിവിഷൻ 2 ആയിരുന്നെങ്കിലും നമുക്കിതിലെ കോമൺ ഡിഫറൻസ് കൂടെ കാണാൻ ചോദിച്ചതുകൊണ്ട് ഈ 3 ആൻസറിനും ഓരോ മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ആൻസർ നമുക്കറിയാം, ഇതില് സം എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെയറിന്റെ സം, ഓക്കെ, ഈ പെയറിന്റെ സം നമുക്ക് 31 എന്നുള്ള കിട്ടി. അതാണ് നമ്മുടെ ആദ്യത്തെ ആൻസർ. 5th ടേമിന്റെയും 6th ടേമിന്റെയും സം 31 എന്ന് കിട്ടിയാൽ 1 മാർക്ക്. ഇവിടെ 9th ടേം കണ്ടുപിടിക്കുന്നതിന് 1 മാർക്ക്. അതുപോലെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിന് 1 മാർക്ക്.